ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടം 7 പേർക്ക് പരിക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിവരം അതിൽ ഒരാൾ മരിച്ചു എന്നുള്ള ഇതാണ്. അത് ഈ ആംബുലൻസിലുണ്ടായിരുന്ന ആളാണോ കാറിലുണ്ടായിരുന്ന ആളാണോ ആ വിവരങ്ങളിലേക്കൊക്കെ വരാം. നമുക്ക് എം എസ് ലിഷോയിലേക്ക് പോകാം. കുന്നംകുളം കാണിപ്പയ്യൂരിലാണ് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് മരണമുണ്ടായിരിക്കുന്നത്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി ഒരു കുഞ്ഞിരാമനാണ് മരിച്ചത്. അപകടത്തിൽ മറ്റ് 6 പേർക്ക് പരിക്കുമുണ്ട്. ദൃശ്യങ്ങൾ കാണാം ആദ്യം. എം എസ് ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് ഈ അപകടം, മരണം. ആര്യ, അതായത് കുന്നംകുളം കാണിപ്പയ്യൂരിൽ അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിയുകയും നേരെ മറിഞ്ഞാണ് റോഡിൽ വീഴുന്നുണ്ടായിരുന്നത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തിരുന്നു. കൂനമ്പൂച്ചി സ്വദേശികളായ ദമ്പതികളാണ് കാറിലുണ്ടായിരുന്നത്. ഇവരുടെ കാർ റോഡിന്റെ എതിർദിശയിൽ നിന്ന് കടന്ന് റോഡിലേക്ക്, പ്രധാന പാതയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആണ് ആംബുലൻസുമായി കൂട്ടിയിടിച്ചത്. ആംബുലൻസിൽ ഈ ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടിയ ശേഷം പിന്നീട് അവിടെ നിന്നും വീട്ടിലേക്ക് മടക്കിയ ഒരു രോഗിയാണ് ഈ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന 89 വയസ്സുകാരനാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായിരുന്നു. അതിനെ തുടർന്ന് ഈ യൂണിറ്റി ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. പക്ഷേ മരണം സംഭവിച്ചു. നേരത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇനിയിപ്പോൾ മറ്റ് ചികിത്സകളൊന്നും തന്നെ നൽകേണ്ട കാര്യമില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ കുന്നംകുളത്ത് വെച്ച് അപകടം ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടത്തിൽ ഈ കാർ യാത്രക്കാരായ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. അവരെ 2 പേരെയും തൃശ്ശൂരിലെ അമല മെഡിക്കൽ കോളേജിലേക്കാണ് നിലവിൽ കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ ഈ 2 പേരും കൂനമ്പൂച്ചി സ്വദേശികളാണ്. ആന്റുവും ഭാര്യ പുഷ്പയുമാണ് ഉള്ളത്. അതിൽ പുഷ്പയുടെ നില അതീവ ഗുരുതരമാണ്. ആന്റുവിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ അപകടം നടന്ന ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഓടിക്കൂടുകയും ഇവരെ ഈ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും തന്നെ ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനായുള്ള കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തു. പക്ഷേ അതേസമയം ഈ കുഞ്ഞിരാമൻ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു. ശരി, എന്തൊരു വേദനിപ്പിക്കുന്ന വാർത്തയാണ്. അസുഖബാധിതനായ ആശുപത്രിയിലേക്ക്, കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആംബുലൻസിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ രോഗി കുഞ്ഞിരാമനാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. മറ്റ് 2 പേരുടെ നിലയും ഗുരുതരമാണ്.